കോയിനാണ് ഇതെനിക്ക് എൻ്റെ ഇത്രയും കളക്ഷനിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കോയിനാണ്. 1969 കുഴപ്പമില്ലാത്ത 2-3 ഉണ്ടല്ലോ. 25-ൻ്റെ ഒരു എനിക്കൊന്ന് ഒരു 8 എണ്ണം കണ്ടുണ്ട്. ഈ ടൈപ്പ് 4 എണ്ണം ഉണ്ട് ഇങ്ങനെ പടമുള്ള. പടമുള്ള. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫോറിൻ കോയിൻസാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ എടുക്കാതെ വെച്ച് ഇത് മൊത്തം ഇതിന് ചുറ്റും ചെതലും കാര്യങ്ങളൊക്കെ ഒത്തിരി ആയല്ലേ എടുത്തിട്ട്. ഒത്തിരിയായി. അപ്പം ഒരു തടി ഉള്ള ഇതിൻ്റെ തൈര് ഞാൻ വായിക്കാൻ വേണമെങ്കിൽ 8 കാശ് വല്ലതും ആണോ? എനിക്ക് നമുക്കറിയാം 8 കാശായിരിക്കും. 8 കാശ് എൻ്റെ. ഹലോ ഫ്രണ്ട്സ്, നുമിസ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വോയിസ് ഓവർ വീഡിയോസാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കുറച്ച് കോയിൻ കളക്ഷൻ ഉണ്ട്. അപ്പം ആ കോയിൻ കളക്ഷൻ നമ്മളിന്ന് നമ്മുടെ ഈ ചാനലിലൂടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിലില്ലാത്ത കുറച്ച് കോയിൻസ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കുകയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ കൂടുതലും കോയിൻ കളക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഇടുന്നത്. അപ്പം ഇതുള്ള വീഡിയോയിൽ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോയിൽ തുടങ്ങാം. ആൾ വരുന്നുണ്ട്. നമ്മുടെ കോയിൻ കളക്ഷൻ എല്ലാം പെട്ടിലിട്ട് വെച്ചേക്കാം അല്ലേ? അതെ. ഓരോന്നായിട്ട് എടുക്കാം അല്ലേ? അതെ, നമുക്ക് ഓരോന്നായിട്ട് പൊക്കാം. ഇത് നമ്മുടെ ഇന്ത്യൻ കോയിൻസ് തന്നെ. 2 രൂപ 5 രൂപ. അതൊന്ന് പുറത്തിട്ട് നോക്കട്ടെ എന്നൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ബാക്കിയൊക്കെ ഒന്ന് മാറ്റി വാങ്ങിക്കാം. ഇത് നമ്മുടെ ഓരോ വിശേഷങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇറക്കിയ കോയിൻസൊക്കെ അല്ലേ? 5 റുപ്പിയുടെ പല ടൈപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ സിവിൽ ഏവിയേഷൻ ഇന്ത്യ അറിയായിരിക്കുമല്ലോ. കുറച്ച് ഇതൊക്കെ കുറച്ച് ഇതിപ്പം ഈ കോപ്പർനിക്കൽ കോയിൻസാണ് കൂടുതലല്ലേ? ഇത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പൈസ, 50 പൈസ. ഇപ്പം നിന്ന് പോകുന്ന സാധനം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നിന്ന് പോകുന്നത് 50 പൈസ, പിന്നെ 1 രൂപ, പിന്നെ എത്ര 2 രൂപ, 5 രൂപയുടെ കൂടുതലും തോന്നുന്നു അല്ലേ? 5 രൂപയുടെ അല്ല കൂടുതൽ, 2 രൂപയുടെ കൂടുതൽ ആണല്ലേ? 2 രൂപയുടെ എന്തോ സർദാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഓൾറെഡി ഇന്ത്യയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ. എനിക്കറിയില്ല, ചിലപ്പം വെറൈറ്റീസ് എന്തെങ്കിലുമൊക്കെ കാണും ഇതിൻ്റെ ഇടയ്ക്ക്. 1 രൂപയുടെ ഒരെണ്ണം ഞാൻ മുമ്പേ കണ്ടായിരുന്നു. ഇപ്പം അത് എന്ത് ഇവിടെ ഉണ്ട്. അത് എൻ്റെ ഇല്ലാത്തൊരു ടൈപ്പ് കോയിൻസ് ആയിരുന്നു. അല്ല ഇവിടെ ഇന്ദിരാഗാന്ധി. ഈ കോയിൻ ഇല്ലാത്തൊരു കോയിന്. അതെൻ്റെ എനിക്ക് തോന്നുന്നു 2 എണ്ണം ഉണ്ടെന്ന്. 2 എണ്ണം ഉണ്ടെന്ന് എടുത്തു. ഓക്കെ. ഇനിയിപ്പോൾ മറ്റേ നമ്മുടെ ബാക്കി എന്തൊക്കെയാ ഉള്ളത് ഒന്ന് കാണിച്ചു. ഞാൻ ഇടട്ടെ? എടുത്തിട്ടോ. നമുക്ക് അതിനകത്ത് ഏതൊക്കെയാണെന്ന് അവസാനം നോക്കാം. ഇതൊരു വെറൈറ്റി കോയിനാന്ന് തോന്നുന്നു. ഇതേതാ? ഇത് കയ്യിലുള്ള കോയിന്. നിനക്കറിയായിരിക്കും. അതിൻ്റെ പുള്ളിയുടെ പേരെന്തോ എഴുതിയിട്ടുണ്ട്. അതെനിക്കറിയാം. അതൊരു വല്ലാത്തൊരു പേരാണ്. അൽഫോൺസ് അമ്മ കോയിൻ. ഇത് ഞാൻ എടുത്തിട്ടെ? ഇതെടുത്തിട്ടോ. ഇതേതാ? 50 പൈസയുടെ പുലിയുടെ പടം. RBIയുടെ അല്ലേ? RBIയുടെ. അതിനാ കളർ അങ്ങനെ ആയിപ്പോ അല്ലേ? അത് 25 പൈസയുടെ കുഴപ്പമില്ലാത്ത 2-3 ഉണ്ടല്ലോ. 25-ൻ്റെ ഒരു എനിക്കൊന്ന് ഒരു 8 എണ്ണം കണ്ടുണ്ട്. ഈ ടൈപ്പ് 4 എണ്ണം ഉണ്ട് ഇങ്ങനെ പടമുള്ള. പടമുള്ള 4 വെറൈറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് നിൻ്റെ എത്ര എണ്ണം ഉണ്ട്? അല്ല, എൻ്റെ അതിൻ്റെ 1-2 എണ്ണേ ഉള്ളൂ. അത് കുറച്ച് എൻ്റെ ഒരു 4-5 വെറൈറ്റി ഇരിപ്പുണ്ട്. നോർമൽ സർക്കുലേഷനിൽ കിട്ടാൻ ഇച്ചിരി പാടുള്ള സാധനമാണ്. അതല്ലേ? പൈസ നോട്ടും നമ്മൾ മാറ്റി വെച്ചു. ഇനിയിപ്പം എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല, പക്ഷേ കുറച്ച് ഓൾമോസ്റ്റ് ഇതിൻ്റെയൊക്കെ നിലവിലില്ലാതെ സാധനം അല്ലേ? ഈ അലുമിനിയം കോയിൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ഡാമേജ് ആകുന്നുണ്ട്. അത് 3 പൈസയാണ്. 3 പൈസയാണ്. ഇതൊന്നും റിനോവേറ്റ് ചെയ്ത് എടുക്കാൻ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മൊത്തം പോയി. അതെ. ഇനി ഉള്ളതൊന്നും ചെയ്യാൻ ബാക്കിയുള്ള അലുമിനിയംസ് സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. അലുമിനിയം പെട്ടെന്ന് ഇക്കടെ ബാക്കിയുള്ളതൊക്കെ എത്ര കുറച്ച് ഇത്രയും കോയിൻസേ ഉള്ളൂ നമ്മുടെ ഇത്. ഈ 10 രൂപ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ ഫാദർ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറേ കോയിൻസ്. അങ്ങനെയുള്ളതൊക്കെ ഉള്ളല്ലേ? അതെ. ചക്രം കൊള്ളാമല്ലോ. അത് ട്രാവൻകൂർ അല്ലേ? ട്രാവൻകൂർ. അത് കാണാൻ ഇച്ചിരി പാടാണ്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തായിരിക്കും എഴുതി വെക്കുന്നത് ചക്രം എന്തോ. അത് ക്ലിയർ അല്ലല്ലേ? ക്ലാരിറ്റി ഇച്ചിരി കുറവ് എന്തോ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാൻ വേണമെങ്കിൽ. 8 കാശ് വല്ലതും ആണോ?
എനിക്ക് നമുക്കറിയാം 8 കാശായിരിക്കും. 8 കാശ് എൻ്റെ ഒരു വലിപ്പമാണ്. അതെ 8 കാശ് കേട്ടോ. 8. അതെയോ? ആ 8 കാശ് എഴുതിയിട്ടുണ്ട്. പിന്നെ ആടാ അവിടെ 8 കാശാ. അത് 8 കാശാ. ചക്രം കുറച്ചുകൂടെ വലിപ്പമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? ഇത് 1952 സംഭവം. എന്തോ മാനിൻ്റെ പടമുണ്ട്. മാനല്ല, സോറി. അതിതാ നമ്മുടെ എനിക്ക് അണയാ, ഹാഫ് അണയ അങ്ങനെയാണ് സാധനം. ഇതെല്ലാം എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഇതായി ഇപ്പോൾ അല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാറാണ്. അത് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യൻ കോയിനാ. ഈ സ്റ്റാർ എന്തായിരുന്നു? ഏത് സംസ്ഥാനമായിരുന്നു? അല്ലല്ല, അത് ആ സ്റ്റാർ അല്ല. അത് അതിൻ്റെ ആ ഇയറിൻ്റെ താഴെ വരുന്ന സ്റ്റാർ ഇതല്ലേ? ഓക്കെ ഓക്കെ. ആ സ്റ്റാർ മറ്റേ ആ കോയിൻ അങ്ങനെ ഉള്ളയാ. അതൊരു ഓക്കെ. അങ്ങനെയല്ലേ? അപ്പം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചക്രം ഇതാണോ? അല്ല, അത് അണയാ. ഇതാണ് ഹാഫ് അണയാന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കിങ് ജോർജ് 5 അല്ലെങ്കിൽ 4 അല്ല 6. അതാണയാന്ന് തോന്നുന്നു. ഹാഫ് അണ. ഇത് 1924 ആണോ? 20 ആണോ? 20 ആണെങ്കിൽ ജോർജ് 5 ആ റേഞ്ച്, ആ കാലഘട്ടത്തിലുള്ള ഇന്ത്യ. ഓക്കെ. ഇതിൻ്റെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ. എന്തോ ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെ എന്തോ. രാജാവ് രാജ്ഞി വിക്ടോറിയയുടെ മാത്രമേ വന്നിട്ടുള്ളൂ. ബ്രിട്ടീഷ് ഇന്ത്യൻ കോയിൻസ് അത് ജോർജ് 5 തോന്നുന്നു കണ്ടിട്ട്. അല്ലെങ്കിൽ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അല്ല, എഡ്വേർഡിൻ്റെ അല്ല. ആകെ 3-4 രാജാക്കന്മാരുടെ ഇവിടെ ഉണ്ടോ. ഈ കോയിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ക്ലാവ് പിടിക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. പച്ച കളറായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിയുമ്പോൾ വരുന്ന റിയാക്ഷനൊക്കെ. അതെ അതെ. ഇത് നമ്മൾ നിൻ്റെയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് നിൻ്റെ. അത് 1 ക്വാർട്ടറാണ് അല്ലേ? അതുള്ള ഇതിൻ്റെ 2 ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല. കോയിൻസ് ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയും കിട്ടുവാണെങ്കിൽ അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നത് നല്ലത്. അതെ. നമുക്ക് ക്ലീൻ ഒന്നും ആക്കാൻ പോകരുത്. ഇത് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ അത് നല്ല ഇതിന് 20 പൈസ അല്ലേ? ഇതിനൊരു 1971. വലിയ വിലയില്ല, എന്നാലും ഒരു 50 രൂപ റേഞ്ചൊക്കെ വരും. കിട്ടുമല്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുള്ള 1-2 കോയിൻസ് ഉണ്ട്. ഇതിൽ 10 പൈസ നല്ല വെയിറ്റ് ഉള്ള. ഏതാണ്? 10 പൈസയാണെന്ന് തോന്നുന്നു. അതെ അതെ. 10 പൈസയിൽ ചിലതിന് നല്ല വെയിറ്റ് ഉണ്ട്. 1963 ഒരു കോയിൻ. ഇത് ബ്രാസാന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. പിടിച്ചു നോക്കിയാൽ ഇത് അലുമിനിയം അല്ലേ? ഇത് എനിക്കൊന്ന് പിടിച്ചു നോക്കിയാൽ അപ്പം നിനക്ക് മനസ്സിലാവും. ഉണ്ടോ? ഇച്ചിരി വെയിറ്റ് ഇല്ലേ? ഇത് അലുമിനിയം കോയിൻ അല്ല, അതിന് മുമ്പത്തെ ഉള്ള ഒരു സീരീസിലുള്ള കോയിനാണ്. അപ്പം ഇതാണ് സംഭവം. പിന്നെ വരുന്നത് ആ കോയിൻ, ആ വലിയ കോയിൻ എടുത്ത് അത് ഞാൻ കാണിക്കാൻ വന്നു. അത് കൊള്ളാലോ. ഇത് 1 രൂപയല്ലേ? ഇതൊരു വെറൈറ്റി കോയിനാണ്. ഇതെനിക്ക് എൻ്റെ ഇത്രയും കളക്ഷനിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കോയിനാണ്. 1969 68-ലല്ലേ 1869-ലല്ലേ ഗാന്ധിജി ജനിച്ചത്. അപ്പം 1948 അപ്പം മരിച്ചത്. അപ്പം 1969 ഇറങ്ങിയതാണ്. 1 രൂപയല്ലേ? അതെ അതെ. ഒന്നൊന്നും എഴുതിയിട്ടില്ല. 1 റുപ്പീന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാതെ 1 എന്നുള്ള ഇല്ല. നമ്പേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഇതൊരു 10-100 രൂപ റേഞ്ച് മണ്ടക്കോട്ടുള്ള. അതെ അല്ലേ? നിക്കൽ കോയിനാന്ന് തോന്നുന്നു. അതെ അതെ. ഇതൊരു വെറൈറ്റിയാണ്. ഇനി വേറെ അല്ല ഉണ്ടോ? പിന്നെ ഇത് ഗാന്ധി കോയിൻ അല്ല? അത് 20 പൈസയുടെ ഗാന്ധിയുടെ നിക്കൽ ബ്രാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എനിക്കൊന്ന് ഈ സെയിം റേഞ്ചിൽ ഇറങ്ങിയത്. അതെല്ലാം ഒരുമിച്ച് ഇറങ്ങി. ആ സമയത്ത് ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ചൊരു കോയിൻ ഇറക്കി കഴിഞ്ഞാൽ ആ സമയത്തുള്ള എല്ലാ സീരീസിലും ആ കോയിൻ, മിക്ക സീരീസിലും ആ കോയിൻ ഇറങ്ങും. 1-ൽ ഇറങ്ങും, 5-ൽ ഇറങ്ങും. അന്നൊക്കെ കൂടുതൽ 1 രൂപയാണ്. 1980-കളിലെ 1 രൂപ. ഇതിൻ്റെ 70 റേഞ്ചിലുള്ളതിനൊക്കെ നല്ല വിലയുള്ള കോയിൻ അല്ലേ? വെറൈറ്റി റയർ കോയിൻസാണ്. ഇത് ഹാഫ് റുപ്പി. ഇത് 1/4 റുപ്പി മീൻസ് ഇതൊരു 25 പൈസ. ഇതൊരു എനിക്ക് തോന്നുന്നു 50-200 രൂപയ്ക്ക് വരും. ഇതിൻ്റെ ഹാഫ് ആണെങ്കിൽ ഒരു 500 രൂപയൊക്കെ വരുന്ന റേഞ്ചുള്ള കോയിൻസ് ഉണ്ട്. അതിൻ്റെ മിൻറ്റ് മാർക്കും ഇയറും കൂടെ ഒന്ന് നോക്കിയാലേ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പോയിട്ടില്ല അധികമേ. ഇച്ചിരി ഒന്ന് പ്രിസർവ് ചെയ്തിരിക്കുന്ന ഇത്രയും കോയിൻസ് നമ്മുടെ ഇപ്പം നിലവിൽ സർക്കുലേഷൻ ഇല്ലാത്ത കോയിൻസ് ഉണ്ട് അല്ലേ? അതെ. ഇതൊക്കെ മറ്റേ ഞാൻ പറഞ്ഞ ഒരു 10 പൈസയുടെ ബാക്കിൽ പടമുള്ളത്. പിന്നെ 20 പൈസ. ഇതും അതുപോലെയൊക്കെ. ഇതിൻ്റെയൊക്കെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. ഇത് ഒരുമിച്ച് ഈ കോയിൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പെട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് പറ്റുന്നതാണ്. അതെ അതെ. സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ് ഇത്രയും പ്രശ്നം. ഇത് ചക്രം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ചക്രമല്ലടാ, അത് എനിക്ക് തോന്നുന്നത് 8 എഴുതിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പണ്ട് വായിച്ചായിരുന്നു. 8 കാശ്. എൻ്റെ ഈ സാധനം കാശാണോ? അതിൻ്റെ അപ്പുറ വശത്ത് എഴുതി. ഇതിന് ചുറ്റും എംബ്ലം ഉള്ളിടത്തല്ല, അതിൻ്റെ അപ്പുറ വശത്ത് എഴുതിയേക്കുന്നത്. ഇത് എന്ത് എംബ്ലമാണ്? അത് മറ്റേ ട്രാവൻകൂറിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇപ്പുറത്തെ വശത്താണ് എഴുതിയിരിക്കുന്നത് 8 കാശെന്ന്. ക്ലിയർ ക്യാഷ് എന്തോ എഴുതിയിട്ടുണ്ട്. അതൊന്നും കാണത്തില്ല. അത് ഇനി ക്ലീൻ ആക്കില്ല. അത് തേഞ്ഞു പോയതാണ്. അത് ഇനി ക്ലീൻ ചെയ്താൽ കാണാൻ പറ്റുമോ? ഈ പല ചാൻസ് കുറവാണ്.
ഓക്കെ, അപ്പം ഇത്രയാണ് പഴയ കോയിൻസ്. ഇനിയിപ്പോൾ എന്നാ ഉള്ളത്? ഇനി ഫോറിൻ കോയിൻസിൻ്റെ ഉണ്ടല്ലേ? ഇനി ഫോറിൻ കോയിൻസ് ഞാൻ കാണിക്കാം. ഇതെടുത്ത് വെക്കാം. ഇതെടുത്ത് വെച്ചു. ഓക്കെ, ഇതെന്നാ ഇത്? കുറച്ച് നോട്ട്സ്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ ഞാൻ ചുമ്മാ എടുത്തിട്ടിട്ടുണ്ട്. പണ്ടെങ്ങാണ്ട് ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിലെങ്ങാണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം 10 രൂപ 20 രൂപയൊക്കെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അതൊക്കെ ഒത്തിരി പഴയതും ഉണ്ടല്ലോ. പിന്നെ ഇതുണ്ടോ, ഇത് 2 രൂപയുടെ നോട്ട്, 5 രൂപയുടെ പഴയ നോട്ട്സ്, 1 രൂപയുടെ നോട്ട്സ്. ഏറ്റവും അവസാനം ഇരിക്കുന്ന കറൻസിയൊക്കെ ഏതാ? എവിടെയോ അത് ഇതൊക്കെ അറിയാലോ, ഇത് നമ്മൾ റീസെൻ്റാ. പിന്നെ ഇത് പഴയ 20 രൂപ. അതേതാ ഇതേതാ ഇരിക്കുന്നത്? ഇത് ഒമാനി റിയാലാന്ന് തോന്നുന്നു. ആണല്ലേ? ആ അതെ അതെ അതെ, റിയാൽ അല്ല, ഖത്തർ അല്ലേ? ഖത്തർ 1 റിയാൽ. ഇത് ബംഗ്ലാദേശി ടാക്കയല്ലേ? ടാക്ക. അതൊക്കെ അത് കണ്ടിട്ടില്ല. അത് ആ സാധനം കണ്ടിട്ടേ ഇല്ല. ടാക്ക കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ബംഗ്ലാദേശി ടാക്ക. ഇത് എവിടുന്നോ വന്നാ കയ്യിൽ. കൊള്ളാം, ഇത് കിട്ടുന്നത് നല്ല നല്ല ഒരു കണ്ടീഷനിലിരിക്കുന്നു. ഇത് പിന്നെ നമ്മുടെ ഡോളർ. ഇതെനിക്ക് പണ്ടെങ്ങാണ്ട് കിട്ടിയത്. ഇയറൊക്കെ കാണുന്നുണ്ട്. ഒന്നും കളഞ്ഞിട്ടില്ല അല്ലേ? കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോയി ഒരു 50 രൂപ കിട്ടുമെന്ന് വെച്ച് മാറിക്കൊണ്ട് വരും. ഇതന്ന് എത്രയാ? 45 രൂപ. 45 രൂപ റേറ്റ് ഉള്ള സമയത്ത് എടുത്തതാണ്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ എന്തോ 100 രൂപയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് ഇത് കൊടുത്താലോന്ന് വരെ ഞാൻ ഓർത്തായിരുന്നു. ഇപ്പം എത്ര? 70 രൂപ. ഇത് മാറ്റിയേക്കാം അല്ലേ? ഇപ്പം 70 സംതിങ് അല്ലേ?